ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മുടെ സ്നാക്ക് ഐറ്റത്തിൽ പെടുന്ന ഒണിയൻ പക്കോടയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒണിയൻ പക്കോട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോ കാണാനെ കൊണ്ട് നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒണിയൻ പക്കോട എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒണിയൻ പക്കോട ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ ഒരു 6 സവാള അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഒണിയൻ പക്കോട ഉണ്ടാക്കാം. ആദ്യമേ നമുക്ക് ഈ സവാള ഒന്ന് എതളായിട്ട് ഇളക്കിയിടണം. നമുക്കിതിങ്ങനെ ഞെവിടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സവാള ഇങ്ങനെ കഷ്ണമായിട്ട് ഒരു ഇതുണ്ടോ ഇങ്ങനെ ഇളകി വരും. അങ്ങനെ വേണം നമുക്ക് പക്കോട ഉണ്ടാക്കാനെ കൊണ്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളി നമ്മളത് ഇളക്കി എടുത്തിട്ടുണ്ട്, ഇതളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്കിത് ഇളക്കണം. നമുക്ക് ആദ്യമേ പച്ചമുളക് ഒരു 6 പച്ചമുളക് കണ്ടിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജീരകം, സാധാ ജീരകമാണ് നമ്മൾ ഇട്ടത്. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഇളക്കിയാൽ മതി, അതുകൊണ്ടാണ്. അടുത്തായിട്ട് നമ്മളിടുന്ന കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടേക്കാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് കറിവേപ്പില ഇട്ടോ, കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് ഇളക്കാനുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 6 എണ്ണം ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണക്കൊന്ന് ഇളക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് നല്ലോണക്കൊന്ന് ഇളക്കണം. ഇതെല്ലാം കൂടി മിക്സ് ആവണം. അപ്പോൾ നമ്മളിത് നല്ലോണമൊക്കെ ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ സവാളയും ഇൻഗ്രീഡിയൻസ് എല്ലാം അടിപൊളിയായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കടലമാവ് ഇട്ട് അടിപൊളിയായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കടലമാവിന് പകുതി, എത്ര കടലമാവ് എടുത്തോ അതിന് പകുതി അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്കോട നല്ല മുരാന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. അരിപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നല്ലോണക്കം ഒന്ന് ഇളക്കണം. അപ്പോൾ ഈ ഓയിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒണിയനിലെല്ലാം പിടിച്ച് പറ്റും നമ്മുടെ ഈ മസാല. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലോണം ഇളക്കി. ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാം. കുറച്ച് കായപ്പൊടി ചേർക്കുമ്പോൾ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ആദ്യമേ ഒന്ന് ചേർത്തിട്ട് ഇളക്കണം. എന്നാലും ഒരു ഏകദേശ കണക്കെന്ന് പറയുമ്പം നമുക്കൊരു ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി. നല്ല കായപ്പൊടിയുടെ വാസനയുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ടേബിളല്ല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലാസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ ഇങ്ങനെ വിതറി വറുത്ത് കോരുക. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എണ്ണയിൽ വിതറി വറുത്ത് കോരാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലവറാണ്. നമ്മുടെ പക്കോട വറുത്ത് കോരാൻ പാകത്തിന് എണ്ണ എടുക്കുക. ഒരു 1/2 കിലോ എണ്ണ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം, കുറേശ്ശെ എടുത്ത് വിതറി ഇടണം. സവാള ഇട്ടിട്ട് നമ്മൾ അടുക്കി പിടിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ പക്കോട നല്ല ഉണക്കം വന്നിട്ടുണ്ട്, നല്ല മുറാന്ന് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിന് മേപ്പോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് കോരി സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഓണിയൻ പക്കോട അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല മുറാന്നിരിക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേണ്ടോ നല്ല മുറാന്ന് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സവാള എടുത്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതും വരെ ബൈ ബൈ.